ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അധികം നെയ്യൊന്നും ഇല്ലാത്ത അത്യാവശ്യം വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഏകദേശം 1 കിലോ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യമായിട്ട് ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വളരെ എരിവുള്ള മുളക് പൊടിയാണ്, അത് 1 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടിയും, അതുപോലെ തന്നെ 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും, പിന്നീട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതിനെ നല്ല രീതിയിലൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. മാഗ്നേറ്റ് ചെയ്തെടുത്ത ബീഫ് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുക്കറിലിട്ട് ഏകദേശം ഒരു 5 വിസിൽ വരെ, അത് നിങ്ങളുടെ ഓരോരുത്തരെയും കുക്കറിൻ്റെയും ബീഫിൻ്റെയും വേവിനനുസരിച്ചിരിക്കും കേട്ടോ. ഞാനിവിടെ ഏകദേശം ഒരു 5 വിസിലെടുത്തപ്പോൾ തന്നെ ബീഫ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ് നമ്മൾ വേവിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. അപ്പോൾ ബീഫിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ഈ വെള്ളം നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് തന്നെ നല്ല രീതിയിൽ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള നല്ലെണ്ണയാണ് കേട്ടോ, അതും കൂടി ചേർത്ത് നല്ലെണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബീഫിന് 2 ബാച്ചുകളായിട്ട് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ ഒരു ബാച്ച് ഇട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ അധികം ഹാർഡ് അല്ലാത്ത രീതിയിൽ, വെള്ളം ഒട്ടും ഇല്ലാത്തതുപോലെ തന്നെ നമുക്ക് ബീഫ് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം നല്ലൊരു കളറൊക്കെ മാറി ഒന്ന് ബീഫ് സോഫ്റ്റ് ആവുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഏകദേശം ഈ ഒരു കളറിലൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ബീഫിനെ കോരി മാറ്റാം. ഇപ്പം ഞാൻ ഇവിടെ 2 ബാച്ചും ഇതുപോലെ തന്നെ കോരിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകൊക്കെ വഴറ്റിയെടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെ വെയിറ്റിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 50 ഗ്രാം വെച്ചിട്ടാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതിനെ പാചകം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്ന വരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഫുള്ളായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല എരിവായിട്ടുള്ള ഒരു 3 സ്പൂണോളം മുളക് പൊടിയും, അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മുളക് പൊടി നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബീഫ് ചേർത്ത് കൊടുക്കാവൂ. ബീഫ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ പുളിപ്പും അതുപോലെ തന്നെ ഗ്രേവി ആവശ്യമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. അതല്ല നമുക്ക് ഗ്രേവി കുറച്ച് മതിയെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ബീഫിന് സമാനമായ രീതിയിലാണ് നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബീഫ് ഏകദേശം ഒരു 3 മണിക്കൂർ റെസ്റ്റിന് ശേഷമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബീഫിലേക്ക് എല്ലാ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.